ഹലോ എവരി വൺ, വി2വിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഹാച്ചി കി കഹാനി എന്ന് പറയുന്ന കഥയാണ് പഠിക്കാൻ പോകുന്നത്. 1923 का समय जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर യുഎൻഎ को कुत्ते का एक पिल्ला मिलता है. അതായത് 1923 ആ ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോയുടെ വഴിയിലൂടെ നടന്ന പ്രൊഫസറിൻ്റെ പേരാണ് യുഎൻഎക്ക് ഒരു പട്ടിക്കുഞ്ഞിനെ ലഭിച്ചു. അക്കീത നസ്ലക ഏക് ഷാൻദാർ പില്ല, വളരെ മനോഹരമായ ഒരു പട്ടിക്കുഞ്ഞാണ്. ഇസ്കെ ഗലെ പർ പട്ട ബന്ധാ ഹെ, അതിൻ്റെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ഉസ് പർ ലിഖാ ഹെ ഹാച്ചി, അതിലെഴുതിയിട്ടുണ്ട് ഹാച്ചി എന്ന്. जापानी भाषा में हाची का अर्थ होता है वह अंग जिसे पूरा जापान बहुत സൗഭാഗ്യശാലി മാനता है. അപ്പോൾ ജാപ്പനീസ് ഭാഷയിൽ ഹാച്ചി എന്നത് 8 എന്ന സംഖ്യയാണ്. അതൊരു വഹ അങ്ക് ഹെ എന്ന് പറഞ്ഞാൽ അതൊരു സംഖ്യയാണ്. ജിസെ പൂര ജാപ്പാൻ മേ, അതായത് ശരിക്കും അതിനെ ജാപ്പനീസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ സൗഭാഗ്യശാലി എന്നാണ് പറയുന്നത്. ലേക്കിൻ പില്ല ഇസി മസ്ബൂർ ഹാലത്ത് മേം താക്കി ലഗേ ഭാഗ്യക്ക മാരാ ഹെ, പക്ഷേ ഈ പട്ടിക്കുഞ്ഞ് അത്ര സൗഭാഗ്യശാലി അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പ്രൊഫസറിനെ തൈ കിയാക്കി മേ ഇസ് കുത്തേക്ക് മാലിക്കോ ഖോജുങ്ക, അപ്പോൾ പ്രൊഫസർ തീരുമാനം എടുക്കുകയാണ് ഈ പട്ടിക്കുഞ്ഞിൻ്റെ ഓണറെ എന്ത് ചെയ്യും, കണ്ടെത്തും എന്ന്. ജബ് തക്ക് വഹ നഹി മിലേഗ വഹ മേരെ സാത്ത് ഹി രഹേഹ, കിട്ടുന്നത് വരെ ആ പട്ടിക്കുഞ്ഞ് പ്രൊഫസറോടൊപ്പം തന്നെ താമസിക്കും. ഉസെ സാത്ത് ലേക്കർ വഹ റോസ് ഉസ്കെ മാലിക്കോ ഖോജനെ നികൽത്തെ ലേക്കിൻ വഹ് കഹി നഹി മില, എന്ത് ചെയ്യും, ഓരോ ദിവസവും അതിൻ്റെ മാലിക് എന്ന് പറഞ്ഞാൽ ഓണറിനെ അന്വേഷിച്ച്, പട്ടിക്കുഞ്ഞിൻ്റെ ഓണറിനെ അന്വേഷിച്ച് രണ്ടുപേരും കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷേ ഒരിടത്തും കണ്ടുകിട്ടിയില്ല. റോസ് കെ ഈ സംഘസാത്തക്കെ കാരണം ദോനോമേ ഐസ ലഗാവോ ബൻഗയാക്കി ഹാച്ചി അബ് ഉനിക്കോ അപ്പന മാലിക് മാനെ ലഗ, രണ്ടുപേരും കൂടെ ഇങ്ങനെ എല്ലാ ദിവസവും ഓണറെ അന്വേഷിച്ച് നടക്കുന്നത് കാരണം രണ്ടുപേർക്കും ഇടയിൽ നല്ലൊരു സൗഹൃദമുണ്ടായി. ഹാച്ചി പ്രൊഫസറെ സ്വന്തം ഓണറായിട്ട് കരുതാൻ തുടങ്ങി. പ്രൊഫസർക്ക് പത്നിക്കോ ശുരുമേ ഹാച്ചി പസന്ത് നഹി ആയ, പ്രൊഫസറിൻ്റെ ഭാര്യയ്ക്ക് ആദ്യം ഹാച്ചിയെ ഇഷ്ടമേ അല്ലായിരുന്നു. ലേക്കിൻ ഉസ്കി സുന്ദരത और പ്രൊഫസർ के പ്രതി ഉസ്കെ സ്നേഹിനെ ഉൻക ദിൽ പിഘലാ ദിയ, അപ്പം ആദ്യം ഇഷ്ടമല്ലാതിരുന്നു. പിന്നീട് അതിൻ്റെ സൗന്ദര്യവും പ്രൊഫസറോടുള്ള ആ പട്ടിക്കുഞ്ഞിൻ്റെ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ ഹാച്ചിയോട് സ്നേഹമുണ്ടാവാനായിട്ട് തുടങ്ങി. സമയം ബിത്തുത്ത കയ്യ, അങ്ങനെ സമയങ്ങൾ കഴിഞ്ഞുപോയി, അതായത് കാലങ്ങൾ കഴിഞ്ഞുപോയി. ഉൻ ദോനോം കി ദോസ്തി ഗഹരി ഹോത്തി ഗയി, രണ്ടുപേരുടെയും സൗഹൃദം വളരെ ആഴത്തിലായി. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനായിട്ട് തുടങ്ങി. പ്രൊഫസർ സുബഹ ട്രെയിൻ പകഡ്കർ ദഫ്തർ ജാത്തെ ഔർ ഷാം കോ ലൗട്ട്കർ ഹാച്ചി കെ സാത്ത് ഖേൽത്തെ, പ്രൊഫസർ എന്ത് ചെയ്യും, രാവിലെ ട്രെയിനിലാണ് ഓഫീസിലേക്ക് പോകുന്നത്. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഹാച്ചിയുമൊത്ത് അദ്ദേഹം കളിക്കുമായിരുന്നു. एक सुबह हाची भी പ്രൊഫസർ के पीछे पीछे चलता हुआ സ്റ്റേഷൻ പहुंच गया. ഒരു ദിവസം രാവിലെ ഹാച്ചി പ്രൊഫസറോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് എവിടെ എത്തുന്നു, റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. ഉनको बहुत अजीब लगा, അദ്ദേഹത്തിന് വളരെ വിചിത്രമായിട്ട് തോന്നി. उन्होंने समझाना चाहा लेकिन हाची घर लौटने को राजी नहीं था, അദ്ദേഹം വളരെയധികം അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറയുന്നുണ്ട്. പക്ഷേ അത് ഹാച്ചി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തയ്യാറായില്ല. ആഖിർ പ്രൊഫസർ ഖുദ് ഉസെ ഘർ തക്ക് ചോടുകർ ആയി അവർ ദഫ്തർ ദേർ സെ ഗയെ, അതിനുശേഷം എന്ത് ചെയ്തു, പ്രൊഫസർ ആ പട്ടിക്കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരികെ ഓഫീസിലേക്ക് പോയി. ഷാം കോ കാം സെ ലൗട്ട്നെ കെ ബാദ് जब वे ट्रेन से उधर का अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर हाची उनका इंतज़ार कर रहा है. അപ്പോൾ രാവിലെ എന്ത് ചെയ്തു, ഹാച്ചിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയതല്ലേ, വൈകുന്നേരം തിരിച്ച് അദ്ദേഹം സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന സമയം നോക്കിയപ്പോൾ എന്താണ്, അദ്ദേഹത്തെ പ്രതീക്ഷിച്ച ഹാച്ചി എവിടെ ഉണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. വഹ ഉൻകെ സാത്ത് പൈതൽ ഘർ ലൗട്ട, അദ്ദേഹത്തോടൊപ്പം നടന്ന് നമ്മുടെ ഹാച്ചിയും വീട്ടിലേക്ക് പോവുകയാണ്.
ഫിർ തോ യഹ് റോസ് കാ സിൽസില ബൻ ഗയ. പിന്നീട് ഇത് എല്ലാ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. പ്രൊഫസറോടൊപ്പം സ്റ്റേഷനിലേക്ക് പോവുകയും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തോടൊപ്പം തിരിച്ചു വരികയും ചെയ്യും. ഹർ സുബഹ് ഹാജി പ്രൊഫസർക്ക് ചോടിനെ സ്റ്റേഷൻ തക്ക് ജാത്ത. എല്ലാ ദിവസവും ഹാജി പ്രൊഫസറെ വിടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്റ്റേഷൻ വരെ പോകും. അവർ ഷാം കോ ഉൻകെ ആനെ സെ പഹലെ ഹി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ ഉൻക ഇന്തസാർ കർനെ ലഗത്താ ഹെ. അദ്ദേഹം വരുന്നത് നോക്കി എവിടെ ഇരിക്കുമായിരുന്നു, വൈകുന്നേരം ആകുമ്പോൾ സ്റ്റേഷനിലെത്തി പുറത്ത് കാത്തിരിക്കുമായിരുന്നു. ഫിർ സാത്ത് സാത്ത് ഘർ ആത്ത ഉജലത്തെ ഫുലക്കത്തെ ഹേ. അപ്പോൾ രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് വരികയും പിന്നീട് ഒരുമിച്ച് കളിക്കുകയും ചെയ്യുമായിരുന്നു. ഏക് ഷാം ഹാജി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ ഇന്തസാർ കർ രഹാത്ത. ഒരു ദിവസം വൈകുന്നേരം ഹാജി നമ്മുടെ പ്രൊഫസറെ പ്രതീക്ഷിച്ച സ്റ്റേഷൻ്റെ പുറത്തിരിക്കുകയാണ്. ബഹുത്ത് ദേർ ഹോ ഗയി. ഒരുപാട് സമയം കഴിഞ്ഞു പോയി. ലേക്കിൻ പ്രൊഫസർ ലൗട്ട്കർ നഹി ആയേ. പ്രൊഫസർ എന്നാൽ തിരികെ വന്നില്ല. രാത് ഹോ ഗയി. രാത്രിയായി. ബർഫ് ഗിർനെ ലഗി. മഞ്ഞ് പൊഴിയാൻ തുടങ്ങി. പർ നാത്തോ പ്രൊഫസർ ആയേ. എന്നാലും പ്രൊഫസർ വന്നില്ല. നാഹി ഹാജി ഉസ് ജഗസെ ഹില. പ്രൊഫസറെ കാണാത്തത് കാരണം ഹാജി അവിടെ നിന്ന് അനങ്ങിയേ ഇല്ല. ദർ അസൽ ഉസ് ദോപ്പർ കോ ദഫ്തർ മേ പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ താ. സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ പ്രൊഫസർ അതായത് ഓഫീസിൽ വച്ച് അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഉന്നെ കഫി നഹി ലൗട്ട്നാത്ത. അദ്ദേഹത്തിന് ഇനി ഒരിക്കലും തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല. ലേക്കിൻ ഹാജി കോ യഹ് ബാത്ത് കേസെ പതാച്ചൽ സക്തി തി. അപ്പം ഹാജിക്ക് ഇത് അറിയാനായിട്ട് സാധിച്ചിരുന്നില്ല. उसे तो बस इतना समझ आया कि उसका दोस्त इस जगह ट्रेन से उतरकर हर रोज़ उसके पास लौट ആത്താത്ത ആജ് നഹി ലൗട്ടാ ഹെ. അതായത് നമ്മുടെ ഹാജിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ അദ്ദേഹം ഇവിടെ നിന്ന് പോകും, വൈകുന്നേരം അദ്ദേഹം ഇവിടെ തന്നെ തിരികെ വരും എന്നതാണ്. ഇന്ന് അദ്ദേഹം തിരിച്ച് വന്നിട്ടില്ല. ഹോ സക്താ ഹെ തോടി ദേർ ബാദ് ആ ജായെ. അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ദേർ രാത്ത് പ്രൊഫസർ കെ പരിജൻ ഉസെ സബർസൻ ഘർ ലേ ആയേ ഗയെ. ലേക്കിൻ അഗലി സുബഹ് ഹാജി ഫിർ ഉസി ജഗ ആക്കർ ബൈഠ് ഗയ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഹാജിയുടെ ഈ സ്വഭാവം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് വേണ്ടപ്പെട്ടവരെല്ലാവരും വന്ന് ഹാജിയെ വീട്ടിലേക്ക് കൊണ്ടുപോയെങ്കിലും ഹാജി എന്ത് ചെയ്തു, തിരികെ രാവിലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കാനായിട്ട് തുടങ്ങി. उसे विश्वास था कि പ്രൊഫസർ റോസ് കെ തരഹ സ്റ്റേഷൻ കെ ഉസ് ദർവാസെ നികൽക്കർ ആയെങ്കിൽ. അവൻ്റെ പ്രതീക്ഷയാണ് എല്ലാ ദിവസത്തെ പോലെ പ്രൊഫസർ എന്ത് ചെയ്യും, അവിടെ വന്ന് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങും എന്ന്. वह रोज़ सुबह स्टेशन के बाहर उसी जगह बैठ जाता और देर रात घर लौट आता. അവൻ എല്ലാ ദിവസവും രാവിലെ ആ സ്റ്റേഷൻ്റെ പുറത്ത് വന്നിരിക്കും, അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ച് പോവുകയും ചെയ്യുമായിരുന്നു. कुछ समय बाद പ്രൊഫസർ കെ പത്നി ने मकान बेच दिया और दूसरे शहर चली गई. കുറേ നാളുകൾക്ക് ശേഷം പ്രൊഫസറിൻ്റെ ഭാര്യ എന്ത് ചെയ്തു, അവർ താമസിച്ചിരുന്ന കെട്ടിടം വിറ്റിട്ട് അവർ മറ്റൊരു പട്ടണത്തിലേക്ക് പോയി. വഹ അപ്പനെ സാത്ത് ഹാജി കോഫി ലേത്തി ഗീത്തി. അവർ ഹാജിയെ കൂടെ അവരോടൊപ്പം കൊണ്ടുപോകാൻ ശ്രമിച്ചു. ലേക്കിൻ ഹാജി വഹാം സെ ഭാഗ് आया और स्टेशन के बाहर ठीक उसी जगह पर बैठकर फिर से इंतज़ार करने लगा. ഹാജിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഹാജി അവിടെ നിന്ന് ഓടി എവിടെ എത്തി, റെയിൽവേ സ്റ്റേഷനിലെത്തി. വീണ്ടും അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. സ്റ്റേഷൻ കെ ആസ്പാസ് ലോക ഉസെ പഹചാൻതേ थे. അപ്പം എല്ലാ ദിവസവും ഇവർ സ്റ്റേഷനിലുള്ളവരെല്ലാവരും കാണുന്നത് കാരണം എല്ലാവർക്കും ഹാജിയെ നന്നായിട്ട് അറിയാമായിരുന്നു. വേ ലോക് ഹാജിക്കോ ഖാന ഖിലാദേത്തെ. അവരെന്ത് ചെയ്തു, ഹാജിക്ക് ഭക്ഷണം കൊടുത്തു. വഹ ദിൻ ഫർ സ്റ്റേഷൻ കോ ദേഖത്താ രഹത്താ ഹെ. ദിവസം മുഴുവൻ ആ സ്റ്റേഷനിൽ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ട്രെയിൻ ആത്തി തോ ഉജകർ അപ്പനെ പ്രൊഫസറിനെ ഖോജാ കർത്താ ഹെ. അപ്പം ട്രെയിൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പ്രൊഫസറെ അന്വേഷിച്ച് അവൻ ഓരോ കമ്പാർട്ട്മെൻറ്റിലായിട്ട് ഇങ്ങനെ എത്തി നോക്കുമായിരുന്നു. രാത്ത് ഹോത്തി സിർ ചുഖാക്കർ വഹ യാർഡ് സോനെ ചലാ ജാത്ത. രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ യാർഡിൽ തലവെച്ച് ഉറങ്ങാനായിട്ട് പോകും. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने तक हाजी ठीक उसी जगह बैठ अपने प्रोफेसर का इंतज़ार करता रहा, जिसे एक सुबह उसने ट्रेन में बिठाकर विदा किया था. അതായത് 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, അങ്ങനെ 9 വർഷവും 9 മാസവും ഹാജി അതേ സ്ഥലത്ത് പ്രൊഫസറെ കാത്തിരുന്നു. ഒരു ദിവസം രാവിലെ എന്ത് ചെയ്തു, ഹാജി മരണപ്പെട്ടു. ലേക്കിൻ ജോ ഫിർ കഫി ലൗട്ട്കർ നഹി ആയ.
सर्दी गर्मी बरसात बर्फ़ ഹാച്ചി को इन सबसे कोई ഫർക്ക് നഹി പട. അപ്പോൾ എന്താണ്, വേനൽക്കാലം വന്നു, മഞ്ഞുകാലം വന്നു, മഴക്കാലം വന്നു, പക്ഷേ ഹാച്ചി അവിടെ നിന്ന് പോകാനായിട്ട് കൂട്ടാക്കിയില്ല. बीच में कभी किसी बर्स प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने ആ ജാതി തബ് വഹ് ഹാച്ചിക്ക് സാത്ത് സടക്ക് പർ ബൈഠ്കർ രോത്തി രഹത്തി. അപ്പോൾ പറയാണ്, ഓരോ വർഷവും അതായത് പ്രൊഫസറിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൽ, അതായത് അദ്ദേഹം മരിച്ച ആ സ്ഥലത്ത്, അടക്കം ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് വരുന്ന പൂക്കൾ വയ്ക്കാനായിട്ട് വരുമായിരുന്നു. ആ സമയത്ത് ഹാച്ചിയെ കണ്ടിട്ട് എന്ത് ചെയ്യും, കെട്ടിപ്പിടിച്ച് അതോടൊപ്പം ഇരുന്ന് കരയുമായിരുന്നു. ഓർ ഷായത് ഉസ് മൂക്ക് ജാൻവർ കെ പ്രേമ സമർപ്പൺ വ പ്രതീക്ഷ പർ അജരജ് കർത്തി. അപ്പോൾ എന്താണ്, ആ മിണ്ടാപ്രാണിയുടെ സ്നേഹവും ആത്മസമർപ്പണവും പ്രതീക്ഷയൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. സമയക്ക് സാത്ത് ഹാച്ചി ബൂട്ട ഹോഗയ. അപ്പോൾ സമയത്തോടൊപ്പം ഹാച്ചിക്കും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ ഉസ്നെ ഇന്തസാർ കർണ നഹി ചോട. അപ്പോൾ എന്താണ്, എന്നാലും അത് ഒരിക്കലും പ്രതീക്ഷ വിട്ടിരുന്നില്ല. 1935 में उसी जगह बैठे बैठे उसने दम तोड़ दिया. 1935 അതേ സ്ഥാനത്ത് അവിടെ തന്നെ ഇരുന്നിരുന്ന എന്ത് ചെയ്തു, ഹാച്ചി നമ്മളോട് വിട പറഞ്ഞു. ഉസ് സമയം ബർഫ് ഗിർ രഹി തി. അന്ന് നന്നായിട്ട് മഞ്ഞു പൊഴിയുന്നുണ്ടായിരുന്നു. മരേ ഹുയ ഹാച്ചിക്ക് ഖുലി ആങ്കോക്കോ ജൈസെ അബുഫി ഇന്ദസാർത്ത. മരിച്ചെങ്കിലും ഹാച്ചിയുടെ കണ്ണുകൾ തുറന്നാണിരിക്കുന്നത്. ഇപ്പോഴും ആ കണ്ണുകളിൽ പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ. ഇതോടൊപ്പം തന്നെ ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റി ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.